നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ LDF മുന്നണി ആകെ കൂടി ആശങ്കയിലാണ്. പ്രത്യേകിച്ച് CPMനെ ഞെട്ടിപ്പിച്ച ഒരു ഫലമാണ് നിലമ്പൂരിൽ നിന്ന് വന്നത്. കാരണം രണ്ട് തരത്തിലാണ് അവർ അവിടെ ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കിയിരിക്കുന്നത്. ഒന്ന്, PV അൻവർ ഏതാണ്ട് 20,000-ഓളം വോട്ട് അടുപ്പിച്ച് നേടിയിരിക്കുന്നു. ആരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമാണത്. തുടക്കത്തിലൊക്കെ എല്ലാവരും പറഞ്ഞു 1000-ഓ 2000-ഓ വോട്ട് പിടിക്കും, അതിനപ്പുറം ഒന്നും പോകുന്നില്ല. പിന്നീടാണ് അൻവർ അങ്ങോട്ട് ഗതി മാറി ഒഴുകാൻ തുടങ്ങിയത്. ആ ഗതി മാറിയുള്ള ഒഴുക്കിൽ പലതും കടപുഴകി വീണു എന്നുള്ളതാണ്. അൻവർ ടോപ്പ് ഗിയറിലോട്ട് കടക്കുകയും ഇരു മുന്നണികൾക്കും ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു. അതിലേറെ പരിക്ക് പറ്റിയത് LDFന് തന്നെയാണ്. അതുപോലെ ഈ 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഷൗക്കത്ത് അലിക്കും കിട്ടി. അപ്പോൾ ഈ 11,000-വും അവിടെ കിട്ടിയ അൻവറിന് കിട്ടിയ വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവായിട്ട് CPM മനസ്സിലാക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് CPMന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അതിനു മുമ്പ് അവർ പറഞ്ഞുകൊണ്ട് നടന്നു ഇത് ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കും എന്ന്. അത് പിന്നെ ഫലം വന്നു കഴിയുമ്പോൾ ഇതിനെയെല്ലാം മാറ്റിമറിക്കാനും അവർക്കറിയാവുന്നതാണ്. ഇതിനി കേരളം മുഴുവൻ വ്യാപിക്കും എന്ന് കൃത്യമായി അവർക്കറിയാം. അതിനെ വേണ്ട തരത്തിൽ വ്യാപിപ്പിക്കാൻ കോൺഗ്രസിനും കഴിയും. കാരണം കോൺഗ്രസിന്റെ ക്യാമ്പുകളിലൊക്കെ മുൻപില്ലാത്ത തരത്തിലുള്ള ഒരു ആവേശം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. കാരണം ഭരണമില്ലാതിരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമാകുന്നു. അപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ കിട്ടിയ വലിയ ഒരു കുതിപ്പ് അവരെ വീണ്ടും അതിൻ്റെ ഒരു പരകോടിയിൽ എത്തിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. 2026-ൽ UDF അധികാരത്തിൽ വന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിലും ക്യാമ്പിലും നിൽക്കുന്ന ഒരു ആവേശം. ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് CPM നോക്കുന്നത്. പക്ഷേ LDFലെ പല ഘടകകക്ഷികൾ ഇപ്പോൾ അതൃപ്തരായി തുടങ്ങിയിരിക്കുകയാണ്. കാരണം പിണറായി വിജയന്റെ ഈ തൻപോരിമ, ധാർഷ്ട്യം, ഹുങ്ക്, ജനങ്ങളിൽ നിന്ന് അകന്നു മാറുന്ന തരത്തിലുള്ള പ്രവർത്തനം, ഇതൊക്കെ തന്നെയാണ് LDFന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. LDFലെ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഒന്ന് CPI, പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം, പിന്നെ ചെറു ഘടകകക്ഷികളാണ്. ഒറ്റയാൾ പട്ടാളങ്ങൾ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു, അഹമ്മദ് ദേവർഗോവിൽ, INL, ഇങ്ങനെ പോവുകയാണ്. അത് പിന്നെ ഗണേഷ് കുമാർ, ഈ ഒറ്റയാൾ പട്ടാളങ്ങളെ ഒന്നും തന്നെ യാതൊരു വകവെപ്പും ഇല്ല. കാരണം അവര് യഥാർത്ഥത്തിൽ CPMനെ തൊഴുതു വണങ്ങി നിൽക്കുന്നവരാണ്. അവർക്ക് അതിജീവന പ്രശ്നമാണ് വലുത്. അതുപോലെ തന്നെ ഇപ്പൊ CPIയും പിന്നെ ഉള്ളത് ജോസ് കെ മാണി വിഭാഗവുമാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരം എവിടെ ഉണ്ടോ അങ്ങോട്ടേക്ക് മാറുക എന്നുള്ളതാണ് ലക്ഷ്യം. അതാണ് 2021-ലെ രണ്ടാം പിണറായി സർക്കാർ വരുമെന്ന് ബോധ്യമായപ്പോൾ അങ്ങോട്ടേക്ക് മാറിയത്. ഇനിയിപ്പോൾ 26-ൽ ഭരണം നഷ്ടപ്പെടുമെന്ന് ബോധ്യമാകുമ്പോൾ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് പോരും. അപ്പോൾ CPI എങ്ങോട്ടേക്ക് പോകുമെന്നുള്ള ഒരു ചോദ്യം ഇവിടെ അതിശക്തമായി ഉയരുന്നുണ്ട്. CPIയെ UDF മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകെട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് CPI വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്. ഇത് UDFിലേക്ക് പോകുമ്പോൾ CPIക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാന ഘടകകക്ഷി ഒന്ന് ലീഗ്,
മറ്റൊന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട്, പിന്നെ ജേക്കബ് ഉണ്ട്, പിന്നെ മാണി സി കാപ്പന്റെ കേരള കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ പോവുകയാണ്, നീണ്ടു പോവുകയാണ്. അവിടെ ഈ ഒറ്റയാൾ പട്ടാളങ്ങളുണ്ട്, CMB ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, RSP ഉണ്ട്. ആർക്ക് MLA-മാരൊന്നുമില്ല. ഇതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഘടകകക്ഷികൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗ് തന്നെയാണ്. ലീഗ് ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ കൂടെ വിഴുങ്ങി നിൽക്കുകയാണ്. ലീഗിന്റെ വരുതിയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ആ ലീഗിനെ മറികടന്ന് അവിടെ ഒരു ഘടകകക്ഷിയാകാൻ CPIക്ക് കഴിയുമോ? ഇല്ല, ആകാൻ അനുവദിക്കത്തില്ല. കാരണം കോൺഗ്രസിന്റെ മീതെയാണ് ഇപ്പോൾ ലീഗ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ലീഗിന്റെ മേളിൽ പോയി CPIക്ക് സ്ഥാനം പിടിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കത്തില്ല. CPIക്കൊക്കെ ഒരു വലിയ പ്രതാപകാലം ഉണ്ടായിരുന്നു. വമ്പന്മാരുടെ നിരയുണ്ടായിരുന്നു CPIയില്. MN ഗോവിന്ദൻ നായരും PK വാസുദേവൻ നായരും C അച്യുതമേനോനും KV സുരേന്ദ്രനാഥും പന്നിയൻ രവീന്ദ്രൻ, ഇങ്ങനെ പോകുന്നു ആ നീണ്ട നിര. വളരെ സംശുദ്ധമായ നേതാക്കന്മാർ, അഴിമതിയുടെ കറ പുരളാത്തവർ. ഇവർക്കുള്ള ഒരു ജനകീയത വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ CPIയില് ഇത്തരത്തിലുള്ളവരെ ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. CPI CPM-ന്റെ ചവിട്ടും കുത്തുമേറ്റ് കിടക്കുകയാണ്. വലിയ മരത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു ചെറുവൃക്ഷം മാത്രമാണ് ഈ CPI എന്ന് പറയുന്നത്. ആ CPIക്ക് യഥാർത്ഥത്തിൽ ഒരു നിൽക്കക്കള്ളി ഇല്ലാതായിരിക്കുകയാണ്. അവർക്ക് ആഞ്ഞു പറയാൻ പോലും ശക്തിയില്ല CPM-നെതിരെ. അങ്ങനെയുള്ള CPI UDF-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നിൽക്കാൻ കഴിയും? ലീഗിനെ ഒന്നും അതിജീവിക്കാൻ സാധിക്കത്തില്ല. UDF-ന്റെ ഭരണം 26-ൽ കിട്ടുമ്പോൾ ഏറ്റവും വലിയ അപ്രമാദിത്വം ലീഗിൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ്. 5 മന്ത്രിമാർ കുറഞ്ഞത്, പിന്നെ ഒരു ഉപമുഖ്യമന്ത്രിയുമുണ്ട്. അങ്ങനെ 6 പേരായിരിക്കും രംഗത്ത് വരാൻ പോകുന്നത്. 5 മന്ത്രിമാർ, ഒരു ഉപമുഖ്യമന്ത്രിയും വരും. അത് ലീഗ് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ നിലമ്പൂരിലെ വിജയം എന്ന് പറയുന്നത് അവിടെ പിന്നെ ലീഗിന്റെ അധ്വാനം വളരെ വലുതാണ്. കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലീഗാണ് ഏറെ അധ്വാനിച്ചിട്ടുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയം വേണമെന്നുണ്ട്. കാരണം ലീഗിന് 2026-ൽ അധികാരത്തിൽ വരണം. അതിനുവേണ്ടി ലീഗ് അധ്വാനിച്ചു. കാരണം നിലമ്പൂരിലൂടെ കേരളത്തിൽ മുഴുവൻ ബോധിപ്പിക്കണം, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും പിണറായിക്കെതിരെ ആഞ്ഞൊരു തരംഗം ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഇതൊരാവേശമായിട്ട് മാറാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ 2026 UDF-ന് അനുകൂലമായിട്ട് മാറും. ആ ലീഗിനെ പിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് CPIക്ക് അങ്ങോട്ടേക്ക് പോയാൽ അവിടെ ഇടം കിട്ടുമോ? CPIക്ക് ഒരിക്കലും ഇടം കിട്ടത്തില്ല. ഏറിയാൽ 2 മന്ത്രിമാരെ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ 7-8 MLA-മാരെ കൊടുക്കും. ഇതിനപ്പുറം ഒന്നുമില്ല. ഇതെല്ലാവരെയും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ലീഗ് തന്നെ ഇനിയും കൂടുതൽ സീറ്റ് ചോദിക്കാനിരിക്കുകയാണ്. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താകും എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. ഇനി അതല്ല, 2026-ൽ BJP ഇവിടെ ഇടം പിടിക്കുന്തോറും മറ്റ് 2 മുന്നണികൾക്കും ശോഷണവും സംഭവിക്കും. CPM-ന് എത്ര ശോഷണം സംഭവിക്കുന്നുവോ അതിനപ്പുറം ശോഷണമായിരിക്കും CPIക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇല്ലാതാകാൻ പോകുന്ന പാർട്ടിയിൽ ഒന്നായി CPIയും മാറും എന്നർത്ഥം.